ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും A to Z ട്രിക്സിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിൻ്റെയും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്കുമുള്ള താൽക്കാലിക ഒഴിവുകൾ, ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന താൽക്കാലിക ഒഴിവുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിരവധി ഒഴിവുകളാണ് പല ജില്ലകളിലായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ മുഴുവൻ വീഡിയോ കണ്ടതിന് ശേഷം അതിൽ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് അപേക്ഷിക്കുക. അതുപോലെ ഇൻ്റർവ്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖാന്തരം ലഭിച്ച വിവരങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ SBMR യൂണിറ്റിലേക്ക് ഒരു ഓഫീസ് അസിസ്റ്റന്റ് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്ററെ 1 വർഷത്തേക്ക് നിയമിക്കുന്നുണ്ട്. ബിരുദം കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ് യോഗ്യത. മലയാളം ടൈപ്പിംഗ് അറിയുന്നവർക്ക്, കമ്പ്യൂട്ടർ ഡിഗ്രി ഓർ PG ഉള്ളവർക്കും മുൻഗണന നൽകും. താല്പര്യമുള്ളവർ അസൽ രേഖകളും പകർപ്പും സഹിതം കൂടിക്കാഴ്ചയ്ക്കായി ജൂലൈ 19 രാവിലെ 11 മെഡിക്കൽ കോളേജിൽ എത്തണം. അപ്പോൾ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് ഈ ഒരു അവസരം വന്നിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരാണ് ജൂലൈ 19 രാവിലെ 11 മണിക്ക് ഇൻ്റർവ്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുക മെഡിക്കൽ കോളേജിൽ. താല്പര്യമുള്ളവർക്ക് ഈ ഒരു യോഗ്യത ഉണ്ടെങ്കിൽ അവർക്ക് ഡയറക്റ്റ് അവിടെ പോയി ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാവുന്നതാണ്. പിന്നെ ബ്ലഡ് ബാങ്ക് കൗൺസിലർ ഒഴിവ് വന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ തന്നെ മഞ്ചേരി സർക്കാർ ജനറൽ ആശുപത്രിയിൽ ബ്ലഡ് ബാങ്കിലേക്ക് മാസവേതനം 13,000 രൂപ നിരക്കിൽ കരാർ അടിസ്ഥാനത്തിൽ ബ്ലഡ് ബാങ്ക് കൗൺസിലറെ നിയമിക്കുന്നുണ്ട്. യോഗ്യത MSW മെഡിക്കൽ ആൻഡ് സൈക്കാട്രി. താല്പര്യമുള്ളവർ അസൽ രേഖകളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം കൂടിക്കാഴ്ചയ്ക്കായി ജൂലൈ 18 രാവിലെ 10:30 ആശുപത്രി സൂപ്രണ്ട് ഓഫീസിലെത്തണം. ഫോൺ നമ്പർ 0483-276-2037. അപ്പോൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ ഫോൺ നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കുന്നുണ്ട്, തരാത്തത് കൊടുക്കുന്നില്ല. അപ്പോൾ എനിക്കും ഈ ഒരു അറിവുകൾ മാത്രമേ, ഇതിൽ എഴുതിയിരിക്കുന്ന അതേ രീതിയിലുള്ള അറിവുകൾ മാത്രമേ എനിക്കും ലഭിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽസ് മാത്രം ലഭിക്കുന്നത്. ഫോൺ നമ്പർ തന്നിട്ടുള്ളത് ഞാൻ ഫോൺ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബ്ലഡ് ബാങ്ക് കൗൺസിലർ ഒഴിവിലേക്ക് താല്പര്യമുള്ള ഇതേ യോഗ്യതയുള്ള ആളുകൾക്ക് വിളിച്ച് വേണമെങ്കിൽ പോകാവുന്നതാണ്. 0483-276-2037 ഫോൺ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. ജൂലൈ 18 രാവിലെയാണ് ഇതിലേക്ക് വരുന്ന ഇൻ്റർവ്യൂ ഉള്ളത്. പിന്നെ മോട്ടോർ വാഹന വകുപ്പിൽ സിസ്റ്റം സൂപ്പർവൈസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. മോട്ടോർ വാഹന വകുപ്പിൽ സിസ്റ്റം സൂപ്പർവൈസർ തസ്തികയിൽ 1 വർഷത്തെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി എന്നിവയിലൊന്നിൽ BE ഓർ BTech ഫസ്റ്റ് ക്ലാസ് ബിരുദം അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് MCA അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് MSc കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും സയൻസ് വിഷയത്തിലുള്ള ഫസ്റ്റ് ക്ലാസ് ബിരുദവും DCA ഓർ PGDCAയുമാണ് അടിസ്ഥാന യോഗ്യത. ഉദ്യോഗാർത്ഥികൾക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഓർ IT മേഖലയിൽ കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. പ്രായം 1/1/2019 23-നും 35-നും മധ്യേ. മാസ ശമ്പളം 20,000 രൂപ. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി 5/8/2019. അപേക്ഷാ ഫോമിനും വിശദ വിവരങ്ങൾക്കും ഈ ഒരു വെബ്സൈറ്റ് പോയി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. www.mvd.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ടാബ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ മോട്ടോർ വാഹന വകുപ്പിലാണ് സിസ്റ്റം സൂപ്പർവൈസർ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ടവർ തീർച്ചയായും ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇതിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ആപ്ലിക്കേഷൻ ഫോമും അതിലുണ്ടാണ്. ഈ ഒരു പറഞ്ഞ യോഗ്യത ഉള്ളവരാണെങ്കിൽ തീർച്ചയായും അപേക്ഷിക്കുക. 1 വർഷത്തെ കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമിക്കുന്നത്. പ്ലാന്റ് മാനേജർ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കോന്നി CFRDയുടെ കീഴിൽ എറണാകുളം ഇലഞ്ഞി പഞ്ചായത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന പഴം പച്ചക്കറി സംസ്കരണ ശാലയിലേക്ക് 25,000 രൂപ പ്രതിമാസ വേതന നിരക്കിൽ ഒരു പ്ലാന്റ് മാനേജറെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ് ഓർ ഫുഡ് സയൻസ് ഓർ ഫുഡ് എഞ്ചിനീയറിംഗ് വിഷയത്തിൽ 50% കുറയാത്ത ബിരുദാനന്തര ബിരുദവും ഫുഡ് പ്രോസസ്സിംഗ് രംഗത്തോ ലബോറട്ടറികളിലോ 3 വർഷത്തെ കുറയാത്ത ഭക്ഷ്യ സംരക്ഷണത്തിലുള്ള പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 20.
കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ ഫോറവും ലഭിക്കാൻ വേണ്ടി www.supplycokerala.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് വിശദ വിവരങ്ങളും അപേക്ഷാ ഫോമും ലഭിക്കുന്നതാണ്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ പ്ലാന്റ് മാനേജർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. മാനേജ്മെന്റ് ട്രെയിനി ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പട്ടികവർഗ വികസന ഓഫീസ് പരിധിയിൽ ഓഫീസ് മാനേജ്മെന്റ് ട്രെയിനികളെ തിരഞ്ഞെടുക്കുന്നതിന് പട്ടികവർഗ യുവതി യുവാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. SSLC പാസ്സായവർക്കും അപേക്ഷിക്കാം. അപേക്ഷകർ 2019 ജനുവരി 1 18 വയസ്സ് പൂർത്തിയായവരും 35 വയസ്സ് കവിയാത്തവരുമാവണം. ഉദ്യോഗാർത്ഥികളുടെ വാർഷിക വരുമാനം 40,000 രൂപയിൽ കവിയരുത്. മലമ്പുഴ ആശ്രമം സ്കൂളിൽ നടക്കുന്ന എഴുത്തു പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗാർത്ഥികളെ പരിശീലനത്തിനായി തിരഞ്ഞെടുക്കുക. അപേക്ഷക സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന പട്ടികവർഗ വികസന ഓഫീസ്, ചിറ്റൂർ, പാലക്കാട്, കൊല്ലങ്കോട് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിൽ അപേക്ഷ ജൂലൈ 31 വൈകിട്ട് 5 നൽകണം. ഒരു തവണ പരിശീലനം നേടിയവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് വരുമാന സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ്, വരുമാനം സംബന്ധിച്ച് 200 രൂപ മുദ്രപത്രത്തിൽ അഫിഡവിറ്റ് എന്നിവ ഹാജരാക്കണമെന്ന് പട്ടികവർഗ വികസന ഓഫീസർ അറിയിച്ചു. അപ്പോൾ മാനേജ്മെൻറ്റ് ട്രെയിനി ഒഴിവിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. പാലക്കാടാണ്. താല്പര്യമുള്ളവർക്ക് ഇത് ഡീറ്റെയിൽസ് ഈ പറഞ്ഞ ഓഫീസുകളിൽ നിന്നും ലഭിക്കുന്നതാണ്. അംഗൻവാടി വർക്കർ ഓർ ഹെൽപ്പർ തസ്തികയിലേക്ക് പത്തനംതിട്ട പുളിക്കി ICDS പ്രൊജക്റ്റ് പരിധിയിലെ നിരണം, പിരിങ്ങറ, നെടുമ്പ്രം ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടി കേന്ദ്രങ്ങളിൽ, പത്തനംതിട്ടയുള്ളവർക്ക് ഈ സ്ഥലങ്ങളൊക്കെ അറിയാവുന്നതായിരിക്കും, പത്തനംതിട്ട ജില്ലയിലുള്ളവർക്കാണ്. നിലവിലുള്ളതും ഉണ്ടാകാൻ സാധ്യതയുമായുള്ള അംഗൻവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും ഒഴിവുകളിലേക്ക് സ്ഥിര നിയമനത്തിന് സെലക്ഷൻ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപേക്ഷകർ 2019 ജനുവരി 1 18 46 ഇടയിൽ പ്രായമുള്ളവരും സേവന തൽപരരും മതിയായ ശാരീരിക ശേഷിയുമുള്ള വനിതകളായിരിക്കണം. അംഗൻവാടി വർക്കർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ SSLC പാസ്സായിരിക്കണം. അംഗൻവാടി ഹെൽപ്പർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കുകയും എന്നാൽ SSLC പാസ്സാകാത്തവരും ആയിരിക്കണം. അപേക്ഷകരെ ഇൻ്റർവ്യൂ നടത്തിയാണ് സെലക്ഷൻ ലിസ്റ്റിൽ പ്രസിദ്ധീകരിക്കുന്നത്. പട്ടികജാതി ഓർ പട്ടികവർഗ വിഭാഗക്കാർക്ക് ഉയർന്ന പ്രായപരിധിയിലും യോഗ്യതയിലും നിയമാനുസൃത ഇളവ് ലഭിക്കും. പഞ്ചായത്ത് പരിധിയിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ളവരിൽ നിന്നാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2019 ജൂലൈ 26 വൈകുന്നേരം 5. അപേക്ഷാ ഫോറത്തിന് കൂടുതൽ വിവരങ്ങൾക്കും പുളിക്കി ICDS ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ 046926100016. അപ്പോൾ പത്തനംതിട്ടയിലെ ഈ പറഞ്ഞ പഞ്ചായത്തിൽ ഉള്ളവർക്കാണ് മുൻഗണന ഉണ്ടായിരിക്കുക. അപ്പോൾ അവർക്ക് ആരെങ്കിലും അറിയാതെ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ജസ്റ്റ് ഒരു ചെറിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുമായി ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ പത്തനംതിട്ടയിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായും അവർക്ക് ചിലപ്പോൾ ഉപകാരപ്പെടുന്നതായിരിക്കും. ഭിന്നശേഷിക്കാർക്കായി ടെക്നീഷ്യൻ അപ്രന്റീസ് ട്രെയിനി ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ ഭിന്നശേഷിക്കാർക്ക് അസ്ഥിവൈകല്യം 2 ഒഴിവ്, അതുപോലെ കേൾവിക്കുറവ് 2 ഒഴിവ് സംവരണം ചെയ്തിട്ടുള്ള ടെക്നീഷ്യൻ അപ്രന്റീസ് ട്രെയിനി കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷിക്കാം. SSLC ഓർ SSC പാസ്സായിരിക്കണം. 2017 മാർച്ചിലോ അതിന് ശേഷമോ DCP 1ാം ക്ലാസ്സിൽ പാസ്സായിരിക്കണം. പ്രതിമാസം 3542 രൂപ സ്റ്റൈപ്പൻഡ് ആയിരിക്കും ലഭിക്കുക. പ്രായം 2019 മെയ് 31 18 26 ഇടയിൽ. നിയമാനുസൃത വയസ്സിളവ് ലഭിക്കും. നിശ്ചിത യോഗ്യതയുള്ളവ ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി 19 അടുത്തുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നേരിട്ടെത്തണം. അടുത്ത ഭൂവിനിയോഗ ബോർഡിൽ ഒഴിവ് വിളിച്ചിട്ടുണ്ട്. സംസ്ഥാന ഭൂവിനിയോഗ ബോർഡിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പദ്ധതിയുടെ ഫീൽഡ് പ്രവർത്തനങ്ങൾക്ക് MSc ജിയോളജിയോ MSc ജോഗ്രഫിയോ യോഗ്യതയും ഫീൽഡ് ഭൂപടങ്ങൾ തയ്യാറാക്കുന്നതിൽ പ്രവൃത്തി പരിചയവും ഫീൽഡ് പ്രവർത്തനത്തിന് സന്നദ്ധരുമായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. 21,420 രൂപയാണ് പ്രതിമാസ വേതനം. 2020 മാർച്ച് 31 വരെ കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡാറ്റ സഹിതം ജൂലൈ 19 മുമ്പ് കമ്മീഷൻ കേരള സംസ്ഥാന ഭൂവിനിയോഗ ബോർഡ് വികാസ് ഭവൻ PO തിരുവനന്തപുരം 695033 എന്ന വിലാസത്തിൽ അപേക്ഷകൾ സമർപ്പിക്കണം.
പിന്നെ വിളിച്ച അപ്രന്റീസ് ക്ലർക്ക് നിയമനമാണ്. കോട്ടയം ജില്ലയിലെ മധുരവേലി, കുറിച്ചി, മാടപ്പള്ളി, നെടുങ്കാവോയിൽ സർക്കാർ ITIകളിൽ അപ്രന്റീസ് ക്ലർക്ക് നിയമനത്തിന് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ബിരുദവും DCA or COPA യോഗ്യതയുള്ളവരെയാണ് പരിഗണിക്കുന്നത്. മലയാളം കമ്പ്യൂട്ടിംഗ് അറിയാവുന്നവരായിരിക്കണം. ജില്ലാ, ബ്ലോക്ക്, മുനിസിപ്പൽ പട്ടികജാതി വികസന ഓഫീസുകളിലും ITI ഓഫീസ് എന്നിവിടങ്ങളിലുമാണ് അപേക്ഷ ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷ ജാതി, വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളും സഹിതം ജൂലൈ 20 വൈകിട്ട് 5 ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ നൽകണം. നെക്സ്റ്റ് ലൈബ്രറിയൻ അപേക്ഷ ക്ഷണിച്ചു. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ലൈബ്രറിയൻ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ലൈബ്രറി സയൻസിൽ ബിരുദവും കമ്പ്യൂട്ടറൈസ്ഡ് ലൈബ്രറിയിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ളവർ വെള്ളക്കടലാസ് തയ്യാറാക്കിയ അപേക്ഷ ജൂലൈ 20 നിലമ്പൂർ ITDP നൽകണം. ഫോൺ 0491 220-315 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നെക്സ്റ്റ് സർക്യൂട്ട് മാനേജർമാരുടെ നിയമനം. മലപ്പുറം DTPCയുടെ കീഴിലുള്ള ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ താൽക്കാലികമായി സർക്യൂട്ട് മാനേജർമാരെ നിയമിക്കുന്നു. ടൂറിസത്തിൽ ബിരുദം അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം, ടൂറിസം മേഖലയിൽ ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനത്തിൽ 1 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം തുടങ്ങിയ യോഗ്യതയുള്ളവരെ അപേക്ഷിക്കാം. താല്പര്യമുള്ളവർ വിശദമായ ബയോഡേറ്റയും സർട്ടിഫിക്കറ്റുകളും പകർപ്പും സഹിതം ജൂലൈ 27 വൈകിട്ട് 5 സെക്രട്ടറി DTPC മലപ്പുറം എന്ന വിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കണം. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെ ഓഗസ്റ്റ് 7 രാവിലെ 10:30 നടത്തുന്ന കൂടിക്കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കും. ഫോൺ നമ്പർ 0483-273-1504 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഇത്രയും താൽക്കാലിക ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ. അപ്പോൾ തുടർന്നുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും ന്യൂസുകളും ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെലൈക്കണും എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന ഈ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ താൽക്കാലിക ഒഴിവുകളുമായി നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.